CMA ഇന്റർ ഗ്രൂപ്പ് 1 പേപ്പർ 7 ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സിന്റെ സെക്ഷൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൽ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സെക്ഷൻ എയിലെ ഇൻകം ടാക്സ് ആക്ട് ബേസിക്സിന്റെ സ്റ്റഡി നോട്ട് 2 ആണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്റ്റഡി നോട്ട് 1 എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവർ അതും കൂടെ കയറി കാണുക. സ്റ്റഡി നോട്ട് 2 പറയുന്നത് ബാക്ക്ഗ്രൗണ്ട്സ്, കൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനേഷൻ, അതായത് ഇൻകം ടാക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് അതെങ്ങനെ വന്നു എന്നുള്ളത്, കുറച്ച് കൺസെപ്റ്റ്സ്, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ആണ്. ആദ്യമേ ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ആണ് വരുന്നത്. അതിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് അസസി ആരാണെന്നുള്ളതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പറഞ്ഞിരിക്കുന്നത്. അസസി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്ന ഇത്രയേ ഉള്ളൂ. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യസ്ഥതയുള്ള ഒരു വ്യക്തി, അതായത് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെയാണ് നമ്മൾ അസസി എന്ന് പറയുന്നത്. അതിൽ ഒരു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അസസി എന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നുള്ള ഒരു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യമേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിന്റെ ഏതെങ്കിലും പ്രൊവിഷൻ പ്രകാരം ടാക്സ് അടയ്ക്കാനോ റീഫണ്ട് ക്ലെയിം ചെയ്യാനോ ഉള്ള ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ആ വ്യക്തിയെ അസസി ആയിട്ട് കണക്കാക്കുന്നു. രണ്ടാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീംഡ് ടു ബി ആൻ അസസി, അസസി ആയിട്ട് നമ്മൾ പരിഗണിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അസസി ആവാനുള്ള നമ്മൾ മറ്റൊരാളുടെ ബിഹാഫിൽ ടാക്സ് അടയ്ക്കുന്നതിനെയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. അസസിയുടെ വേറൊരു ടൈപ്പാണ് ഡീംഡ് അസസി. അങ്ങനെ മറ്റൊരാളുടെ ബിഹാഫിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥത ഉള്ള ഒരാളെയും അസസി ആയിട്ട് പരിഗണിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഇൻകം ടാക്സ് ആക്ടിന്റെ പ്രൊവിഷൻസ് പ്രകാരം ടാക്സ് അടയ്ക്കുന്നതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയ ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാത്ത ഒരു വ്യക്തി ഉണ്ട് എങ്കിലും അയാൾ ടാക്സ് അടച്ചില്ലെന്ന് കരുതി അയാൾ അസസി ആവുന്നില്ല, അയാൾ അസസി തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഈ മേളിൽ പറഞ്ഞ എക്സ്പ്ലനേഷൻ എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉള്ള വ്യക്തിയാണ് അസസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അയാളുടെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അസസി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഇൻകവും ഉണ്ടായിട്ടില്ല, അയാൾക്ക് ലോസ് ആണ് ഉണ്ടായതെങ്കിലും അയാളെ അസസി ആയിട്ട് തന്നെ പരിഗണിക്കും. പക്ഷെ അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾ അസസി തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ലോസിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻകത്തെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയെ അസസി ആയിട്ട് പരിഗണിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ കുറച്ച് 4 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞിരിക്കുന്നത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഏജന്റ്. രണ്ടാമത് പറയുന്നത് മൈനർ ലുനാറ്റിക് ഓർ ഇഡിയറ്റ്, അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനർ ആയിട്ടുള്ളതോ ബുദ്ധിമാന്ദ്യം സംഭവിച്ചതായിട്ടുള്ള ഒരാളുടെ ഗാർഡിയൻ ആണ് അയാളുടെ ടാക്സ് അടയ്ക്കുന്നത്. ആ ഗാർഡിയനെ അസസി ആയിട്ട് പരിഗണിക്കും. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TDS കിട്ടാൻ അവകാശമുള്ള ഒരു വ്യക്തിയെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് ടാക്സ് ഡിഡക്റ്റ് ചെയ്തു എങ്കിലും ആ വ്യക്തിയെ അസസി ആയിട്ട് പരിഗണിക്കും. പിന്നെ ട്രസ്റ്റി ആയിട്ട് നിൽക്കുന്ന ആളെയും അസസി ആയിട്ട് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസസിനെ കുറിച്ച് ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺ. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പേഴ്സൺ എന്ന ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പേഴ്സൺ എന്ന ടേമിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, ഹിന്ദു അൺഡൈവേർഡ് ഫാമിലി ആവാം, കമ്പനി ആവാം, ഒരു ഫേം ആവാം, AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം, ഒരു ലോക്കൽ അതോറിറ്റി ആവാം, ഓർ ഒരു ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ. ഇത്രയും ഈ പറയുന്ന 7 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇവരെ എല്ലാവരെയും ഇപ്പം ഒരു കമ്പനി അല്ലെങ്കിൽ ഫേം അതിനെയൊക്കെ ഒരു പേഴ്സൺ എന്ന രീതിയിലായിരിക്കും ഇൻകം ടാക്സ് ആക്ട് പരിഗണിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നത് അസസ്മെന്റ് ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അസസ്മെന്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഒരു വർഷത്തിന്റെ ഏപ്രിൽ 1 തൊട്ട് അടുത്ത വർഷത്തിന്റെ മാർച്ച് 31 വരെയാണ് അസസ്മെന്റ് ഇയർ ആയിട്ട് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 9 അടുത്തത് പറയുന്നത് പ്രീവിയസ് ഇയർ, അതായത് ഒരു അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഇയർ ആണ് പ്രീവിയസ് ഇയർ. അത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 3 അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിഗാർഡിംഗ് പ്രീവിയസ് ഇയർ, അതായത് പ്രീവിയസ് ഇയറിനെ സംബന്ധിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷത്തെ ടാക്സ് ഇപ്പം
കഴിഞ്ഞ വർഷത്തെ ടാക്സ് ആണ് നമ്മൾ ഈ വർഷം അടയ്ക്കുന്നത്. അതായത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസസ്മെന്റ് ഇയർ, അതായത് മാർച്ച് 31 കഴിഞ്ഞ് നമുക്ക് ഇത്ര നാൾ 6 മാസം അങ്ങനെയൊക്കെ ടൈം തരും. അതിനുള്ളിലാണ് നമ്മൾ ഈ എമൗണ്ട് അടയ്ക്കുന്നത്. അതായത് പ്രീവിയസ് ഇയറിലെ എമൗണ്ട് നമ്മൾ ഈ വർഷമാണ് അടയ്ക്കുന്നത്. അതിന് ചില എക്സംഷൻസ് ഉണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സംഷൻസിൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഷിപ്പിംഗ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ടാക്സ് ആ വർഷം തന്നെ, ഇപ്പൊ ഈ വർഷത്തെ ടാക്സ് ഈ വർഷം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മേടിക്കും, അടുത്ത വർഷത്തേക്ക് നീട്ടി കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി ഇന്ത്യയെ വിട്ടുപോകാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് താമസം മാറി പോകാൻ നിൽക്കുകയാണ് എങ്കിൽ അയാളുടെ ടാക്സ് ഇപ്പം തന്നെ മേടിക്കും, അടുത്ത വർഷത്തേക്ക് വെയിറ്റ് ചെയ്യത്തില്ല. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ ആണ് എങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ചിലപ്പം ഈ വർഷം കഴിയുമായിരിക്കും. അതായത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്യുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വർഷം തന്നെ അയാളുടെ അടുത്തുനിന്ന് ടാക്സ് മേടിക്കും. അല്ലെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അവരില്ലല്ലോ, ടാക്സ് അടയ്ക്കാൻ അങ്ങനെ ഒരു ഫെയിം ഇല്ലാതെ വരത്തില്ലേ. അതുപോലെ അടുത്തത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് കുറച്ച് കാണിക്കാൻ വേണ്ടി നമ്മുടെ പേരിലുള്ള പ്രോപ്പർട്ടി വേറൊരാളുടെ പേരിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നതുണ്ടല്ലോ. വേറെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഏജന്റ് ബിനാമിനെ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ ഒക്കെ പേരിലേക്ക് മാറ്റുന്ന ആ സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പ്ലാൻ ചെയ്ത് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ടാക്സ് മേടിക്കാം. അതായത് ഈ വർഷം തന്നെ ടാക്സ് മേടിക്കാം, അടുത്ത വർഷത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഇതുകൊണ്ട് നിർത്തുവാണ്, അവർ ഈ വർഷം കൊണ്ട് നിർത്തുവാണ്, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സും ഈ വർഷം തന്നെ മേടിക്കും, അടുത്ത വർഷത്തേക്ക് വെയിറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ആണ് വരുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ഇത് പറഞ്ഞിരിക്കുന്നത്. ഇൻകത്തിന് കുറേ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇൻകം കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ടാക്സ് അടയ്ക്കുന്നത് അയാളുടെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ആക്ടിൽ ഇൻകം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇൻകത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യമേ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അതായത് അയാൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്. അടുത്തത് അയാൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ്. അടുത്തത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ അസോസിയേഷൻസിന് വോളണ്ടറി കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ടാക്സബിൾ ആണ്, ഇൻകം ടാക്സിൻ്റെ ബേസിൽ ടാക്സബിൾ ആയിരിക്കും. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 17 ബേസ് ആയിട്ട് വരുന്ന സാലറി, പ്രോഫിറ്റ് ഇൻ ലൂ ഓഫ് സാലറി വരുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. അതുപോലെ എന്തെങ്കിലും ഗ്രാൻസോ അല്ലെങ്കിൽ കമ്മീഷൻ അലവൻസ് ബെനിഫിറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ടാക്സബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആളോ അയാളുടെ റിലേറ്റീവ്സോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന്, അതായത് കമ്പനിയുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് പ്രത്യേകമായിട്ട് കിട്ടുകയാണ്, മണിയോ പൈസയായിട്ടോ അല്ലാതെയോ കിട്ടുകയാണ് എങ്കിൽ അതും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അസസിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുകയാണ്, പൈസയായിട്ടോ അല്ലാതെയോ എന്തെങ്കിലും ബെനിഫിറ്റ്സ് എക്സ്ട്രാ അയാൾക്ക് കിട്ടേണ്ട സാലറിയിൽ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരാൾ അത് കൈപ്പറ്റുകയാണെങ്കിൽ അതും ടാക്സബിൾ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് സെക്ഷൻ 28, 41 and 59 സബ്സെക്ഷൻസ് ആയിട്ടുള്ള 1, 2, 3A, 3B, 3C, 4, 5, 5A ഈ സബ്സെക്ഷൻസിലും വരുന്ന എല്ലാ ഇൻകംസും, അങ്ങനെ കിട്ടുന്ന എല്ലാ ഇൻകംസും എനി സം ഈസ് ചാർജബിൾ ടു ഇൻകം ടാക്സ്, അതായത് അങ്ങനെ കിട്ടുന്ന ഈ സെക്ഷൻസ് ബേസ് ചെയ്ത് കിട്ടുന്ന ഏത് ഇൻകം ആണെങ്കിലും അത് ഇൻകം ടാക്സ് ചാർജബിൾ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സെക്ഷൻ 45 പ്രകാരം കിട്ടുന്ന ഏതെങ്കിലും ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ടാക്സബിൾ ആണ്. അതുപോലെ പറയുന്നത് ബാങ്കിങ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ടാക്സബിൾ ആണ്. പിന്നെ ലോട്ടറി അടിക്കുന്നത്, അതുപോലെ വേർഡ് പസിൽസ് പ്രൈസ് കിട്ടുന്നത്, ഹോഴ്സ് റേസിൽ നിന്ന് പ്രൈസ് കിട്ടുന്ന, കാർഡ് ഗെയിംസ്, അതർ ഗെയിംസ്, അങ്ങനത്തെ ഗാംബ്ലിംഗ്, ബെറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ടാക്സബിൾ ആണ്. അതായത് നമുക്കറിയാം വിന്നിങ് ഓഫ് ലോട്ടറി നമുക്കറിയാം ഏകദേശം ഒരു 30% ആണ് നമ്മൾ പറയുന്നത് നമുക്ക് ടാക്സ് ആയിട്ട് പോകുമെന്ന് പറയുന്നത് 30% ആണ്. ശരിക്കും അതിനൊരു പകുതിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ, കുറേ അലവൻസ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അന്ന് പൈസ പിടിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഏതെങ്കിലും ഒരു അസസിക്ക് അയാളുടെ എംപ്ലോയീസിൽ നിന്ന് പ്രൊവിഡന്റ് ഫണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പൈസ പിടിക്കുമല്ലോ, സാലറിയും തന്നെ സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെല്ലാം അസസി ഇപ്പോൾ ഒരു കമ്പനിയുടെ എംപ്ലോയർ ആണ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ എംപ്ലോയീസിൽ നിന്ന് പ്രൊവിഡന്റ് ഫണ്ട് ആയിട്ടും സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആയിട്ടൊക്കെ പിടിക്കുന്ന പൈസയ്ക്ക് സെപ്പറേറ്റ് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീമാൻ ഇൻഷുറൻസ് പോളിസി വഴി കിട്ടുന്ന എന്തെങ്കിലും ബോണസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മിനും ടാക്സ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 2ന്റെ 7A-യിലും 7B-യും ക്ലോസിൽ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സമ്മ് നമുക്ക് കിട്ടും, എന്തെങ്കിലും എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 56ന്റെ ക്ലോസ് 9-ലും സബ്സെക്ഷൻ 2-ലും വരുന്ന സെക്ഷൻ 56 സബ്സെക്ഷൻ 2ന്റെ ക്ലോസ് 9-ൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് ഫിനാൻസ് ആക്ട് 2014 ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് അഡ്വാൻസ് മണി ഫോർഫെയ്റ്റ് അങ്ങനെ അഡ്വാൻസ് എമൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സിഡീസ്, ഗ്രാൻസ്, ഇൻസെൻറ്റീവ്സ്, ഡ്യൂട്ടി ഡ്രോബാക്സ്, വേവേഴ്സ്, കൺസെഷൻസ്, റീഎംബേഴ്സ്മെന്റ് അങ്ങനെ എന്തെങ്കിലും സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും അതും ഇൻകം ടാക്സ് ആക്ടിൽ ഇൻവോൾവ് അല്ലെങ്കിൽ പ്രൊവിഷൻസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇൻകത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് പറയുന്നത് അസസിംഗ് ഓഫീസർ ആരാണ് എന്നുള്ളതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 7A-യിലാണ് അസസിംഗ് ഓഫീസറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അസസിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു വ്യക്തിക്ക് എത്ര ടാക്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ അസസ്മെന്റ് നടത്തുക അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യക്തിയെയാണ് അസസിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അത് അസിസ്റ്റന്റ് കമ്മീഷണർ ആവാം, ഇൻകം ടാക്സ് അതോറിറ്റിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അങ്ങനെ അതുപോലെ ഇൻകം ടാക്സ് ഓഫീസർ, ഇവരെല്ലാവരും അസസിംഗ് ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C മുതൽ സെക്ഷൻ 80U വരെയുള്ള ഡിഡക്ഷൻസ് എല്ലാം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇൻകത്തിന് 5 ഹെഡ്സ് ഉണ്ട്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായത് ഇൻകത്തിൻ്റെ 5 ഹെഡ്സ് ഏതൊക്കെയാണ്: ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻസ്, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെ ഈ 5 ഹെഡ്സിൽ വരുന്ന എല്ലാ ഇൻകംസും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് സെക്ഷൻ 80Cയും സെക്ഷൻ 80C തൊട്ട് സെക്ഷൻ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. അതുപോലെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 5 ഹെഡ്സിൽ നിന്നും കിട്ടുന്ന ഇൻകം എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. വേരിയസ് ഹെഡ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ്, സാലറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അതായത് ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻസിനെ, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡ്സ് ആണ് ഇൻകത്തിൻ്റെ അകത്ത് വരുന്നത്. സെക്ഷൻ 14 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെപ്റ്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം ആൻഡ് ടാക്സ് ഇഷ്യൂസ് ഇൻ റെസ്പെക്ട് ഓഫ് അഗ്രികൾച്ചർ ഇൻകം. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം സത്യത്തിൽ ടാക്സബിൾ അല്ല, പക്ഷെ കുറച്ച് സാഹചര്യങ്ങളിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അഗ്രികൾച്ചർ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതുപോലെ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കൺസെപ്റ്റ്സുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 1A-യിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ: അഗ്രികൾച്ചർ ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സ് പ്രകാരം ടാക്സ് ചെയ്യാൻ പാർലമെന്റ് അംഗീകരിക്കുന്നില്ല. അതെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഇൻകത്തിന് മേലെ ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള ലോ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് അഗ്രികൾച്ചർ ഇൻകം ടാക്സബിൾ അല്ല, ഇറ്റ്സ് നോൺ ടാക്സബിൾ എന്നാണ്, എക്സംപ്റ്റ് ഫ്രം ടാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പക്ഷേ ചില സ്പെഷ്യൽ സാഹചര്യങ്ങളിൽ ഒരു ഫിനാൻസ് ആക്ട് 1973 പ്രകാരം ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ വഴി ചില സാഹചര്യങ്ങളിൽ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകവും കൂടെ അഗ്രഗേറ്റ് ചെയ്തിട്ട്, അതായത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അഗ്രഗേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന്മേൽ ടാക്സ് വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഗ്രിഗേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിന് വരുന്ന ടാക്സ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ അഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകം നോൺ അഗ്രികൾച്ചർ ഇൻകവും കൂടെ അഗ്രഗേറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്ന കുറേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്രികൾച്ചർ റെന്റ് ഓർ റവന്യൂ, അതായത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ആ ലാൻഡിന്റെ മേലെ അഗ്രികൾച്ചറൽ ലാൻഡിന്റെ മേലിൽ നിന്ന് കിട്ടുന്ന റെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നു. പിന്നെ ഈ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ഈ അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് നമ്മൾ കണക്കാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ റെന്റ് ഓർ റവന്യൂസിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെന്റ് ഓർ റവന്യൂ ഷുഡ് ബി ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. അതായത് നമുക്ക് വേറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും, അവിടുന്ന് കിട്ടുന്ന റെന്റും റവന്യൂവിനെ നമുക്ക് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഓർ റവന്യൂ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ലാൻഡ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, അതായത് ഇൻകം ടാക്സ് ആക്ട്, ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഈ ലാൻഡ് ഇന്ത്യയിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് അഗ്രികൾച്ചറൽ ഇൻകത്തിന് വേണ്ടി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ കയ്യിലുള്ള ലാൻഡ് നമ്മൾ വെറുതെ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് പണിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യുന്നത് പരിഗണിക്കത്തില്ല. അഗ്രികൾച്ചറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ലാൻഡ് ആണെങ്കിൽ മാത്രമേ അതിന് കിട്ടുന്ന റെന്റ് ഓർ റവന്യൂവിനെ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്ന അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആൻഡ് ഫ്രം മാർക്കറ്റ് പ്രോസസ്സിംഗ്. അതായത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രൊഡക്ട്സ് വിറ്റുകൊണ്ട് കിട്ടുന്ന പൈസ, അതിനെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ള ലാൻഡ് ആണ് എങ്കിൽ അത് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ കൾട്ടിവേറ്റർ, അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൾട്ടിവേറ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൾട്ടിവേറ്റേഴ്സിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൾട്ടിവേറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നുണ്ടാവും, അല്ലാതെ സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതിൻ്റെ വില കണക്കാക്കി ടാക്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് വിൽക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്തെ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഇൻകം ഫ്രം ഫാമിംഗ് ബിസിനസ്, അതായത് നമ്മൾ മറ്റേ ഫാമുകളൊക്കെ ഉണ്ടാവുമല്ലോ, മറ്റേ കോഴി ഫാം അല്ലെങ്കിൽ മറ്റേ പശുവിൻ്റെ ഫാം, അങ്ങനത്തെ ഫാമുകളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകംസ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് പരിഗണിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഇൻകവും ഫാമിംഗ് ബിസിനസ്സിൽ നിന്ന് ഫാം ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻകം താഴെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എങ്കിൽ അതിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിലാണ് ഈ ഫാമിങ്ങിന് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ഉള്ളത് എങ്കിൽ അതിനെ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുന്നു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിനെ ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ റെന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഫാമിങ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലാൻഡ് റെന്റിന് എടുത്തിരിക്കുകയാണ് എങ്കിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെന്റ് ഓർ റവന്യൂ കിട്ടുന്ന ലാൻഡിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ നമുക്ക് സ്റ്റോർ ഹൗസ്, ഔട്ട് ബിൽഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഈ ഫാമിംഗ് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് എങ്കിൽ അതും അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ മൂന്ന് സാഹചര്യങ്ങളിലാണ് അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഇൻകം കിട്ടുമ്പോഴാണ് അതിന് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഇൻസ്റ്റൻസസ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം ആണ് പറയുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കുന്ന ചില ഇൻകംസിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യമേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പശുവിനെ ഒക്കെ വളർത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വേണ്ട പുല്ലൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ടല്ലോ, നമുക്കൊരു ലാൻഡ് ഉണ്ട്, ആ ലാൻഡിൽ ഈ പശുവിന് ആവശ്യമായിട്ടുള്ള പുല്ലൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചറൽ ലാൻഡിൽ ഉണ്ടായ ക്രോപ്സ് ഹാർവെസ്റ്റ് ചെയ്ത് അതിൻ്റെ സെയിലിനുണ്ടാകുന്ന പ്രോഫിറ്റിനെ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ്, നമ്മൾ ഈ ക്രോപ്സ് വളർത്തുന്ന സ്ഥലത്തിന് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലെന്തെങ്കിലും ഡാമേജ് വന്നിട്ട് അതിൽ ഇപ്പോൾ ഫ്ലഡോ അല്ലെങ്കിൽ തീപിടുത്തമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡാമേജ് വന്ന് ഇൻഷുറൻസ് കമ്പനി നമുക്ക് ആ ഡാമേജിനുള്ള ക്ലെയിം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കോമ്പൻസേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതും അഗ്രികൾച്ചർ ഇൻകം ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്ക് നമ്മുടെ കയ്യിലൊരു പാർട്ട്ണർ ഉണ്ട്, അങ്ങനെ അപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ട് എങ്കിൽ അതിൻ്റെ സാലറി, ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് എങ്കിൽ. അപ്പോൾ അതിനെല്ലാം അഗ്രികൾച്ചർ ഇൻകം ആയിട്ടായിരിക്കും പരിഗണിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ പറയുന്നത് നമ്മുടെ ഡയറി ഫാംസ് ഉണ്ടല്ലോ, അതുപോലെ കൗ ഫാമുകളില്ലേ, ഡയറി ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്, അങ്ങനെ കൗ ഫാമുകളൊക്കെയാണ് എങ്കിൽ അത് ഈ ഫാം നടത്തിക്കൊണ്ട് പോകുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചെടികൾ, അതുപോലെ ഫ്ലവേഴ്സ്, ഇങ്ങനെ നമ്മുടെ ഈ പൂച്ചെടികൾ, അതുപോലത്തെ തൈകളൊക്കെ വിൽക്കുന്ന സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട്, അഗ്രികൾച്ചർ ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ പറയുന്നത് സാപ്ലിംഗ് ആൻഡ് സീഡിങ് ഗ്രോയിങ് ഇൻ നഴ്സറി, അത് സെയിം തന്നെയാണ്. നമ്മൾ ഈ ചെറിയ വിത്തുകൾ മേടിക്കുന്ന സ്ഥലം, അങ്ങനത്തെ വിത്തുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് വഴി കിട്ടുന്ന ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻസസ് ഓഫ് നോൺ അഗ്രികൾച്ചർ ഇൻകം, അതായത് നോൺ അഗ്രികൾച്ചർ ഇൻകംസിന് കുറേ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീ, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ഗ്രോയിങ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന് നമ്മൾ നാട്ടിൽ വിൽക്കുകയാണ് എങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം അത് നമ്മൾ നട്ട് വളർത്തിയതോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡിലൊന്നും വളർന്നതല്ലല്ലോ, അത് കാട്ടിൽ വളർന്നതല്ലേ, അതുകൊണ്ട്. പിന്നെ അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് ക്രോപ്സിന്റെ പർച്ചേസ് ആൻഡ് സെയിൽ വഴി കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് ഒരു മിഡിൽ മാൻ ആയിട്ട്, അതായത് ഫാർമേഴ്സിന്റെ അടുത്തുനിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ ഈ പ്രൊഡക്ട്സ് മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന മിഡിൽ മാൻസിന്റെ ആക്ടിവിറ്റീനെ ഒരിക്കലും, അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ ഒരിക്കലും അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കില്ല, അത് നോൺ അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനെ ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു മാനേജറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഒരിക്കലും അയാളുടെ അഗ്രികൾച്ചർ ഇൻകം അല്ല, അയാൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന സാലറി ആയിട്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിട്ടായിരിക്കും അതിനെ പരിഗണിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം, ഒരു കമ്പനി നടത്തുന്ന അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാമെന്ന് വിചാരിച്ചോ. അതായത് ഒരു കമ്പനി ഉണ്ട്, അവർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസുകളും ഇടപെടുന്ന ഇതാണ്, അല്ലെങ്കിൽ അവരുടെ ആ കമ്പനിക്ക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്നായിരിക്കും. പക്ഷേ ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്, അവരുടെ അഗ്രികൾച്ചർ ഇൻകം ആണെന്ന് കാണിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഡിവിഡൻഡ് കിട്ടിയതാണ്, അതുകൊണ്ട് അത് നോൺ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഫ്രം ഫിഷറീസ്, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഡയറീസിൽ നിന്ന് കിട്ടുന്നത്, അതുപോലെ മറ്റേ ഫാമിൽ നിന്ന്, ചിക്കൻ ഫാം ഒക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഫാമിൽ നിന്ന് കിട്ടുന്നതൊക്കെ അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിലും ഫിഷറീസ്, അതായത് നമ്മൾ ഈ കടലിൽ പോയി മീൻ പിടിക്കുക, അങ്ങനത്തെ മീൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയി നമ്മൾ കൊണ്ടുവരുന്ന, കടലിൽ പോയി മീൻ പിടിച്ച് കൊണ്ടുവന്ന് നമ്മൾ വിൽറ്റ് കിട്ടുന്ന ഇൻകം ഒരിക്കലും അഗ്രികൾച്ചർ ഇൻകം അല്ല. അതായത് നമ്മൾ ആദ്യമേ കാട്ടിൽ പോയി നമ്മൾ ഓരോ സാധനം പറിച്ചുകൊണ്ട് വന്നിട്ട് വിൽക്കുന്നത് അഗ്രികൾച്ചർ ഇൻകം അല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻകം ഫ്രം ഫിഷറീസ് നോൺ അഗ്രികൾച്ചർ ഇൻകം ആണ്. അതുപോലെ റോയൽറ്റി ഇൻകം ഫ്രം മൈൻസ്, അതായത് നമ്മൾ മൈൻ നടത്തുകയാണ്. മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ തന്നെയാണല്ലോ ഉണ്ടാവുന്നത്, ചെയ്യുന്നത് പ്രകൃതി പാറയൊക്കെ പൊട്ടിച്ചിട്ടല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന റോയാലിറ്റി ഒരിക്കലും അഗ്രികൾച്ചർ ഇൻകം അല്ല, അതൊരു ബിസിനസ് ഇൻകം ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്.
അതുപോലെ പോൾട്രി ഫാമിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് അഗ്രികൾച്ചർ ഇൻകം അല്ല, അത് നോൺ അഗ്രികൾച്ചർ ഇൻകം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനുവിറ്റി എമൗണ്ട് അത് ഒരിക്കലും അഗ്രികൾച്ചറൽ ഇൻകം അല്ല. അതായത് നമ്മൾ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റു, അപ്പോൾ കിട്ടുന്ന എമൗണ്ട് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് പരിഗണിക്കുന്നില്ല, അത് നോൺ അഗ്രികൾച്ചർ ഇൻകം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ അരിയർ ഓഫ് റെന്റ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ റെന്റിന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ആ റെന്റ് കൊടുക്കാൻ നമ്മൾ താമസിച്ചത് കൊണ്ട് അല്ലെങ്കിൽ മുടക്കം വരുത്തി നമുക്കൊരു ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കേണ്ടി വരികയാണ്. ഇൻട്രസ്റ്റ് അടക്കം പേ ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഇൻട്രസ്റ്റിനെ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ആ റെന്റിനെ മാത്രമാണ് ഈ അഗ്രികൾച്ചറൽ ലാൻഡിന്റെ ഓണറിന് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇൻട്രസ്റ്റ് ഒരിക്കലും അഗ്രികൾച്ചർ ഇൻകം അല്ല, ദാറ്റ്സ് എ നോൺ അഗ്രികൾച്ചർ ഇൻകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ മണി ലെൻഡർ ഇൻ ദ ഫോം ഓഫ് ക്രോപ്സ്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മറ്റേ കൃഷി ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കടം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് കുറച്ച് പൈസ മേടിക്കുന്നു. ആ വ്യക്തിക്ക് കൊടുക്കേണ്ട പൈസയ്ക്ക് പകരം അയാൾക്ക് ഈ ഹാർവെസ്റ്റ് ചെയ്ത ക്രോപ്സിന്റെ ഒരു ഭാഗമാണ് കൊടുക്കുന്നത് എങ്കിൽ അതിനെ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ആ വ്യക്തിക്ക് ഈ പൈസ കടം കൊടുത്ത ആൾക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റത്തില്ല. അയാൾക്ക് അയാളുടെ ബിസിനസ് ചെയ്തതിന് കിട്ടിയ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത് എന്നുള്ള രീതിയിൽ അതൊരു ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ പരിഗണിക്കുമെന്നാണ് അവസാനത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിഗേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചർ ഇൻകം. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഇൻകവും ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചർ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകവും നോൺ അഗ്രികൾച്ചർ ഇൻകവും കൂടി നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫിനാൻസ് ആക്ട് 1973 സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ശരിക്കും ഈ ഫിനാൻസ് ആക്ട് 1973 സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റഡ് ആണ് എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഈ അഗ്രികൾച്ചറൽ ഇൻകത്തെയും നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടാക്സ് ഈടാക്കുന്നുണ്ട്. അങ്ങനെ ടാക്സ് ഈടാക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കുന്ന 2 പ്രൊവിഷൻസ് ഉണ്ട്. അതായത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസസിക്ക് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം 5000-ൽ കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് അസസിക്ക് കിട്ടുന്നത് 2 ലക്ഷത്തിൽ കൂടുതലും 5 ലക്ഷത്തിൽ 2 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. അത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. അതുപോലെ 80 വയസ്സിന് മുകളിലേക്കുള്ള സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ഉള്ളതാണ് എങ്കിൽ മാത്രമേ ഈ ഇൻ്റഗ്രേഷൻ പോസിബിൾ ആകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അസസിക്ക് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം, അതായത് ഇപ്പം സീനിയർ സിറ്റിസണോ അങ്ങനെ ആരാണെങ്കിലും അഗ്രികൾച്ചറൽ ഇൻകം 5000-ൽ കൂടുതലും അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2 ലക്ഷത്തിൽ 50,000-ൽ കൂടുതലും സീനിയർ സിറ്റിസണ് 3 ലക്ഷത്തിൽ കൂടുതലും അതുപോലെ തന്നെ നമ്മുടെ 80 വയസ്സിന് മേലേക്ക് പ്രായമുള്ള സീനിയർ സിറ്റിസൺസിന് 5 ലക്ഷത്തിൽ കൂടുതലും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ഉള്ളപ്പോഴാണ് ഈ ഇൻ്റഗ്രേഷൻ നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റഡി നോട്ട് 2-ലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് എങ്ങനെയാണ് കമ്പ്യൂട്ടേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകത്തിന് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസ് നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ നോക്കിയാൽ മതി, അല്ലാതെ ഈ പോയിന്റ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. എക്സാമ്പിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം സ്റ്റഡി നോട്ട് 2-ൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റഡി നോട്ട് 1 കാണാത്തവരുണ്ട് എങ്കിൽ അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കയറി നോക്കുക. എന്നിട്ട് ഈ വീഡിയോ ഫുൾ കാണുക. നമ്മൾ അടുത്ത സ്റ്റഡി നോട്ട് 3 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So, thank you.